അപ്പോൾ ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ബ്ലോക്സ് ബൂട്ടാണ്, റോബ്ലോക്സ്. നമ്മൾ തേർഡ് സിയിൽ CB സ്റ്റാൻഡിന് പോകാനിരിക്കുകയാണ്. നമ്മൾ പോകാൻ നേരിച്ചപ്പോൾ നമ്മുടെ കൂട്ടുകാരനും കൂടെ വന്നു. അവൻ എന്തോ ഒരു കാര്യം ചോദിക്കാൻ നേരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ബാക്കി കിടക്കാം. സെക്കൻഡ് സിയിൽ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം പോയായിരുന്നു. പക്ഷെ അത് ഇതിപ്പോൾ എൻ്റെ ഫൈറ്റിംഗ് സ്റ്റൈലാണ്. എൻ്റെ സ്കില്ലൊന്നും അല്ല, ഇവിടെ സ്കില്ല. പിന്നെ ഗൈസ് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു എനിക്ക് ചാലീസ് കിട്ടുന്നു. നമുക്ക് അപ്പം അങ്ങോട്ട് പോകാം. വിചാരിച്ചു അവൻ വേറെ സെർവറിലായിരിക്കും. പക്ഷേ അവൻ എൻ്റെ സെർവറിൽ തന്നെ ആയിരുന്നു. നമുക്ക് പെട്ടെന്ന് ഗ്യാസിലോട്ട് സീലോട്ട് അവൻ അവിടെ തൊട്ടാണ് വിളിച്ചത്. പക്ഷെ എന്നാലും എൻ്റെ ഭാഗ്യം, നല്ല ഭാഗ്യമാനൊക്കെ കൂട്ടത്തിൽ ഏറ്റവും ഭാഗ്യം കുറവ് എനിക്കാണ്. ശരിയാ ഗൈസ്, അവൻ ചുമ്മാ പറഞ്ഞല്ല, ഗോഡ് ചാലീസ് കിട്ടിയവന്. ഗായ്സ് ഗോഡ് ചാലീസ് ആദ്യത്തേലും ചോദിക്കട്ടെ, ലെജൻഡറി കളേഴ്സ് ഉണ്ടായിരുന്നു. ആദ്യത്തേലും കാണുന്നത് തന്നെ കഷ്ടമുണ്ട് തന്നെ. പ്ലീസ് അടുത്തേലും കാണണ്ടേ. കുറേ കഷ്ടപ്പെട്ട കുറേ ഗോഡ് ചാലീസും കിട്ടിയത് ആരുടെയിലും ഇല്ലായിരുന്നു. ഇതേപോലെ എനിക്ക് കുറേ കിട്ടിയിട്ടില്ല, പക്ഷെ ആരുടെയിലും ഇല്ലായിരുന്നു ലെജൻഡറി കളേഴ്സൊന്നും. പക്ഷെ ഇപ്രാവശ്യം ആരുടെയിലും കാണണേ പ്ലീസ്. കഷ്ടമുണ്ട്. ഒരുത്തൻ്റെ 2 പേരുടെ ഇല്ല, 2 പേരുടെയിലും കണ്ടുണ്ട്. ഇവൻ്റെ അടുത്ത് പറയാം. അവൻ പോന്ന് ഗൈസ്. മണ്ടേക്കോട്ട് പിങ്ക് കളറാ. എടാ അവൻ്റെ പിങ്ക് കളറുണ്ട്. ഓ ഭാഗ്യ, രക്ഷപ്പെട്ടു. എൻ്റെ പിങ്ക് കളറുണ്ടെന്ന്. എൻ്റെ പിങ്ക് കളറുണ്ട്, രക്ഷപ്പെട്ടു. പിങ്ക് ഉണ്ടെങ്കിൽ ബാക്കി 2 പേരെ കാണുമായിരിക്കും, ബാക്കി വേറെ കളേഴ്സൊക്കെ. ഓ രക്ഷപ്പെട്ടു. അവനെ ഒന്ന് ആഡ് ചെയ്യണം ഇച്ചിരി കഴിയുമ്പോൾ. അവനെന്ത് കാണുന്നില്ലല്ലോ. എല്ലാവരും അല ചെയ്യാൻ പറ്റുന്നു. എല്ലാവരും അലയാം. എന്താ ഡ്രാഗൺ ട്രൈഡൻ്റ് എടുക്കണം. ഇതാണ് ഏറ്റെടുക്കേണ്ടത്. വൈറ്റ് കളർ ചെയ്ത് നോക്കിയിട്ട് വരാം. എടാ അവൻ വൈറ്റ് കളർ കിട്ടോ പൊന്നെ. റെഡ് ഇട്ടോ നോക്കാം. വേഗം സ്പോണാക്കി അതിന് മുന്നേ പറഞ്ഞ പോലും ഇല്ലല്ലോ. സ്പോണാക്കി. എന്താ അതിനിപ്പം ഫസ്റ്റ് ടൈം ഇന്ദ്രനായിട്ട് ഫൈറ്റ് ഗൈസ്, രക്ഷപ്പെട്ടു. ഇനി ഇതെന്തായാലും തോറ്റാലും സെർവർ ലീവായി പോയാലും പോർട്ടൽ ഓപ്പണാക്കി കിട്ടുമായിരിക്കും ചിലപ്പം. കാരണം ആവശ്യത്തിന് ഡാമേജ് കൊടുത്തു. ഓ പണിവാളി കോമ്പാറ്റിലായി. കഷ്ടം. കോമ്പാറ്റിലായി പോയി. എന്നെയാണല്ലോ എല്ലാവരും അടിക്കുന്നത്. റിപ്പിന്ദ്ര ഫൈറ്റ് വന്നപ്പോൾ എല്ലാവരും എന്നെ അടിക്കുന്നു. ഇല്ല കാര്യമുള്ളതാണ്. അതാണ്ട് കൊല്ലടാ പോകണമെപ്പോൾ. ഞാൻ ഇച്ചിരി കളിച്ചെടുത്തോളാം. എന്തായാലും ഇപ്പം കൊന്നപ്പോൾ PvP അത് മതി. പക്ഷേ ഇനിയിപ്പം എളുപ്പം. ഇനിയിപ്പോൾ തുഷീറ്റ് എടുക്കാനും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ വിചാരിച്ച റിപ്പിന്ദ്ര 1500 ഇരിക്കുന്നത് 5000 ഒന്നെ. എടാ എന്ത് എലിറ്റുണ്ടോ. എടാ എന്ത് കഷ്ടമാണ്. എവിടെ പോയടാ ഇത്? കാണുന്നില്ല, കൊച്ചു സാധനം. അല്ല ബുദ്ധ തന്നെ പിന്നെയും കാണുമായിരുന്നു. എടാ എന്തേടാ ഇത്? ഭയങ്കര ലാഗ്. എന്താണ് മുട്ടാൻ ലാഗ്? ഒന്നും കാണുന്നില്ല. എൻ്റെ അമ്മേ ഭയങ്കര ഫൈറ്റ്. കുറേ ബുദ്ധയുണ്ട്. ഒരു എത്തിയുണ്ടല്ലോ ഇവിടെ. ട്രൂ ഫോം എടുത്തു, പുതിയതാ. സെക്കൻഡ് ഫോം ഇച്ചിരി ടഫായിരിക്കും എന്നാണ് കേട്ടിട്ടില്ല. പക്ഷെ വലിയ ടഫൊന്നും കാണുന്നില്ല. കുഴപ്പമില്ല. ആക്കിയിട്. ഞാൻ എന്തിനാ ആക്കി ഓഫാക്കിയിട്ടിരിക്കുന്നു? ആക്കിയിട്. ഓക്കെ, ഫൈറ്റ് തീരുന്നില്ലല്ലോ. ഇത് കുറേ കാണുമെന്ന് തോന്നുന്നു. ഗ്രാവിറ്റി റീവർക്ക് വരുന്നതിന് മുന്നേ ശരിയാ. 18-ാം തീയതി റീവർക്ക് വരും. 16-ാം തീയതി മറ്റന്നാൾ വരുമായിരിക്കും. മറ്റന്നാൾ റീവർക്ക് പറഞ്ഞല്ലോ. ഗ്രാവിറ്റി കൊല്ലടാ. ഗ്രാവിറ്റി റീവർക്കൊക്കെ വിടുക. സ്റ്റീവിനെ കൊല്ലി. എന്താടാ എൻ്റെ മൊട്ടം ലാഗ് കാണുന്നില്ലടാ. എവിടെയാടാ ഇത്? റിപ്പിന്ദ്ര ഒന്നും കാണുന്നില്ല. ഡാമേജ് ഒന്നും വരുന്നില്ല. എവിടെ പോയടാ റിപ്പിന്ദ്ര? എവിടെയാടെ? അകത്ത് കയറിയ? പുറത്താണ്. അല്ല അകത്താ. തീർന്ന് കഴിഞ്ഞ് കൊന്നു. കിട്ടിയടാ. ആൾക്കാരെ ഹെൽമെറ്റ് കിട്ടി. പോർട്ടൽ ഓപ്പൺ ആയെന്നാ തോന്നുന്നു. ആക്സസ് ടു പോർട്ടൽസ്. രക്ഷപ്പെട്ടടാ. കുറേ നാളത്തെ കഷ്ടപ്പാടിന് ശേഷം പോർട്ടൽ അൺലോക്കായി. എനിക്ക് വയ്യ സിങ്ങേ. കൊള്ളാടാ, എൻ്റെ ഭാഗ്യം. എനിക്കും കിട്ടി. എൻ്റെ മോനെ രക്ഷപ്പെട്ട്.
ഓ, നിനക്ക് ഡാഗർ കിട്ടിയ? ഇല്ലേ, ചോദിച്ചാണ്. പോട്ടനല്ലോ കൈ ഗൈസ്, പോട്ടനല്ലോ കൈ. എൻ്റെ മോനെ പോട്ടനല്ലോ കൈ. ഇത് മതി. ഇച്ചിരി നേരത്തെ തന്നെ യാമയൊക്കെ എടുക്കാൻ ഇച്ചിരി എളുപ്പമായിരുന്നു. അല്ലാതെ ഞങ്ങൾ എന്ത് കഷ്ടപ്പെട്ടു യാമ എടുക്കാൻ. ഭയങ്കര മെനക്കേടായിരുന്നു. അപ്പം നമ്മൾ ഇന്ദ്രനെ ഒന്ന് രക്ഷപ്പെട്ടു. ഗൈസ്, നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞ് നമുക്ക് ഒന്നുകൂടെ എലൈറ്റിനെ കൊല്ലാൻ പോകണം. ചിലപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചായിരിക്കും അവൻ പോകുന്നത്. നമുക്ക് അവൻ്റെ കൂടെ പോകണ്ട, അവൻ തന്നെ പോട്ടു. ഇപ്പോഴാണ് ഞാനൊരു കാര്യം ആലോചിച്ചത്. നമുക്ക് അല്ല പോർട്ടലിട്ട് പോയായിരുന്നല്ലേ. അമ്മൻ്റെ ഓടിപ്പോയി. നമുക്ക് പോർട്ടൽ വഴി പോകാം ഗൈസ്. പോർട്ടൽ വഴി പോകാം, പെട്ടെന്ന് എത്തും. അപ്പം അവനെപ്പോഴും ഓടി വരുമായിരിക്കും, കാണുന്നില്ല. അപ്പോൾ ഒന്ന് കണ്ടുപിടിച്ച് കൊടുക്കാം. അതേ ഇത് പോയി കണ്ടുപിടിച്ച് കൊടുക്കാം. എവിടെയാണ് ഇത് ലൈറ്റ്? നമുക്ക് ഇതിലെ വഴി പോകാൻ നോക്കാം. ഇവിടെ കാണത്തില്ലായിരിക്കും, അത്രയ്ക്കും ഇതൊന്നുമില്ല. നമുക്ക് യാമയൊക്കെ ചെയ്യാം. ഫസ്റ്റ് കണ്ടുപിടിച്ച ലൈറ്റിനെ കണ്ടുപിടിച്ച കുറച്ച് നേരം കളങ്ങേണ്ടി വന്നു, പക്ഷെ കണ്ടുപിടിച്ച് എൻ്റെ അടുത്ത് കൊല്ലാൻ പറ്റും. ഇച്ചിരി ലൈഫ് കുറച്ച് കൊടുക്കാൻ. പിന്നെ ഒരു കാര്യം പറഞ്ഞില്ല. കഴിഞ്ഞ വീഡിയോ കണ്ടവരുണ്ടെങ്കിലേ ഇന്നത്തെയും പേൽ സ്കാർഫ് എങ്ങനെ അപ്പില്ലായിരുന്നു. കാരണം ഞാൻ ഓഫ് ക്യാമറ ഇച്ചിരി കളിച്ചെൻ്റെ കൂട്ടുകാരെ സഹായിച്ച് എനിക്ക് പേൽ സ്കാർഫ് കിട്ടിയതാണ്. ഡോക്കിങ്ങിനൊക്കെ കൊന്നു. ഇവന് 7 ഡോക്കിങ്ങിനെ കൊന്നു. സെർവർ ഓപ്പ് ചെയ്തു. ഡോക്കിങ് അല്ല, മീൻസ് കേക്ക് പ്രിൻസിനെ 7 എണ്ണത്തിനെ കണ്ടു കൊന്നു. ഒരാളെ ദയാനെന്ന് പറഞ്ഞു, അണക്ക നോബൻ. ഇപ്പോൾ ഒരാൾ വേറൊരു കൂട്ടാണ് എൻ്റെ, അവനും കൊന്നിട്ടുണ്ട്. ഇന്ദ്രൻ ഞങ്ങളെക്കാട്ടി മുന്നേ വന്നു. ഞങ്ങൾ ലെവൽ 2000, അവൻ 1600 എങ്ങാണ്ട്. എൻ്റെയൊക്കെ ഒരു ഭാഗ്യമേ സമയത്ത്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അവൻ പറഞ്ഞ് എനിക്ക് മറ്റേ പേൽ സ്കാർഫിൻ്റെ എങ്ങാണ്ട് ഇത് ചെക്ക് ചെയ്യാനാണ്. ഇതന്നെ അത് മറ്റേ എൻ്റെ പേരെന്താ, അതിൻ്റെ ഗുണങ്ങൾ പേൽ സ്കാർഫിൻ്റെ. അതിന് മറ്റേ അത് അവിടെ പോകാനാണ്. ഹൈഡ്രാലൻഡിഷൻ മറ്റേ NPCനെ കൊല്ലത്തില്ലേ. നിങ്ങൾക്കറിയത്തില്ലായിരിക്കും കൂടുതൽ ആൾക്കാർക്ക്. ബ്ലോക്ക് ഫ്രൂട്ട് കളിക്കുന്ന അധികം ആൾക്കാരില്ല. കളിക്കുന്നുണ്ടെങ്കിലും മലയാളത്തിൽ ആരും അങ്ങനെ വീഡിയോ ഇടത്തില്ല ബ്ലോക്ക് ഫ്രൂട്ടിൻ്റെ. അതുകൊണ്ടാണ് ഞാൻ ഇട്ട് തുടങ്ങിയത്. ഇത് ഈ NPC എന്ന് വെച്ചാൽ ഇത് 1500 ലെവലുള്ള ഒരാളാണ്. ഇയാൾ നമുക്ക് സ്ട്രെങ്ത് ചെക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് കോംബോ എല്ലാം ഉണ്ടെങ്കിൽ അത് കോംബോ ഇടാൻ വേണ്ടി ഒരാളാണ്. 2 സെക്കൻഡ് നമ്മളിപ്പോൾ അയാൾ പകുതി ഹെൽത്താക്കിയിട്ട് 2 സെക്കൻഡ് വെറുതെ നിൽക്കുകയാണെങ്കിൽ അയാളുടെ ഹെൽത്ത് റീസ്റ്റോർ ആവും. അത്ര തന്നെ. അയാളുടെ അടുത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അവനെ കൊണ്ടുപോകുന്നത്. അവൻ പറഞ്ഞിട്ട് തന്നെ അങ്ങനെയായിട്ടോ. സോ ഗൈസ്, നമ്മൾ അയാളുടെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻ്റെ അടുത്ത് ചെയ്യാൻ പറയാം. ചേട്ടാ പോയി. അത്രേ ഉള്ളൂ. അയ്യോ ഗൈസ്, അപ്പം മേൻഷനിലൊരു സംഭവം ഉണ്ടല്ലോ, നെർഡ്. അവൻ്റെ അടുത്ത് നമ്മൾ ഇട്ട ആക്സസറിയുടെ ഗുണങ്ങളെന്തോ എന്നൊക്കെ അയാൾ പറയും. ഇനിയിപ്പോൾ എന്തായാലും അവൻ കൊല്ലട്ട് കഴിഞ്ഞിട്ട് നമുക്ക് CB സ്റ്റാൻഡിനോ 30 CB സ്റ്റാൻഡിന് ഒരു പ്രാവശ്യം പോയത്. എൻ്റെ അമ്മേ, ആദ്യം ഞങ്ങൾ 30 കയറിയ സമയത്ത് ഞങ്ങൾ ചുമ്മാ പോയി നോക്കിയതാണ്. പോയൊരു ലെവൽ 3 ഡേഞ്ചർ എങ്ങാണ്ടായപ്പോൾ അമ്മയെ അപ്പോഴേ ഓടി വന്ന് ഡർഷാർക്കും എല്ലാം കൂടെ ഭയങ്കര പാടായിരുന്നു. പിന്നെ എനിക്ക് ആക്സിഡൻറ്റ് സീലോട്ട്. സോ ഗൈസ്, നമ്മളിപ്പോൾ 30 CB സ്റ്റാൻഡിന് വേണ്ടി പോകണം. അപ്പോൾ അവിടെ വെച്ചാണ് അത്ര തന്നെ. സോ ഗൈസ്, ഇപ്പോൾ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആരെയും കാണുന്നില്ലല്ലോ. ഞാൻ ഇത് ഇൻസ്റ്റിങ്ക്റ്റ് നോക്കി അവരെ കാണാൻ പറ്റും. ഞാൻ അവരെ ചാറ്റി കണ്ടുകൊണ്ട് അവരുടെ കൂടെ പോകാമെന്ന് വിചാരിച്ചത്. ഇനിയിപ്പോൾ നമുക്ക് അവരുടെ കൂടെ പോവാം. അല്ലേ നമുക്ക് ബോട്ട് ഒരുമിച്ച് പോവാം. ശരിയാ, ബോട്ടിൽ ഒരുമിച്ച് പോയെന്നില്ല. ഞാൻ തന്നെ പറഞ്ഞിട്ട് ബോട്ട് പോവാം. നമുക്ക് ഞങ്ങൾ ബോട്ടിൽ പോകും. അല്ല, ഞങ്ങൾ 2 പേരുണ്ടെങ്കിൽ നമ്മൾ ടെറഷാർക്ക് വന്നാലും ഞങ്ങൾ അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ബോട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് പോവാം. ഇച്ചിരി നേരം എടുക്കും. അതുകൊണ്ടൊരു സീവൻ്റ് വരുന്നിടം വരെ നിങ്ങൾ ഇവിടെ ഇരിക്കും. ഞാൻ അപ്പോൾ ആ ഭാഗം കാണിച്ചു. സോ ഗൈസ്, നമ്മുടെ പുറകിൽ ഇപ്പോൾ കുറേ പിരാനകൾ ഓടുന്നുണ്ട്. ഇതൊക്കെ എന്ത് ആടാൻ മോനെ, നമുക്ക് വേറെ അടിക്കാം. ഇത്രയുള്ള കാര്യം. അത്ര തന്നെ. അയ്യോ എൻ്റെ അമ്മേ, അയ്യോ വേണ്ടായിരുന്നു. പോയാൽ മതിയായിരുന്നു ബോട്ടിൻ്റെ കൂടെ. ഇനിയിപ്പോൾ എന്തായാലും ചത്തു. ഇപ്പോൾ പൈറേറ്റ് റൈഡിനോ അതേ അറ്റത്തുള്ളൂ. ശരി, പൈറേറ്റ് റൈഡ് പോവാം. ആരും ഇല്ലെന്നാ തോന്നുന്നു. ഇല്ല, ആരുമില്ല. ഞാൻ പറയുന്നില്ല, കുറേ പേരുണ്ട്. അണിവാളി
എനിക്കെന്തായാലും അത് കിട്ടത്തില്ലെന്ന് എനിക്കറിയാം. ഒരു ഇച്ചിരി ഫ്രാഗ്മെൻ്റ് കിട്ടുന്നേ കിട്ടട്ടെ. ഫ്രാഗ്മെൻ്റ് അല്ലേ, എന്തായാലും ഇതിച്ചിരി ബോറടിക്കും നിങ്ങൾക്ക്. ഫ്രൂട്ട് കിട്ടാൻ നേരത്ത് കാണിക്കാം. അപ്പോൾ നമുക്കെന്തായാലും കിട്ടിയില്ല, നമ്മുടെ ഫ്രണ്ടിന് കിട്ടി. എന്തു കിട്ടിയെന്ന് നോക്കണം. എന്തു ചോപ്പ വെച്ചോ ആവശ്യം വരും നിനക്ക്. നീ തന്നെ വെച്ചോ. അയ്യോ ഇല്ല എനിക്ക് വേണം. എൻ്റെ ചോപ്പില്ല. എനിക്ക് ഞാൻ എടുത്തോളാം, എനിക്ക് വേണ്ടെങ്കിൽ. പിന്നെ അങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ച് നമുക്ക് ഫ്രൂട്ട് റോൾ ചെയ്യാൻ. അവൻ റോൾ ചെയ്തപ്പോൾ സ്മോക്ക് കിട്ടി. നമ്മളാണ് കൂടിയ ഫ്രൂട്ട് എടുക്കുന്നത്. കാണിച്ചു തരാം. നമുക്ക് രംഗൊക്കെ കൊടുക്കാം. ജൂബോറ്റിയോടെ ടെക്നിക്ക് അല്ല വല്ലതും കിട്ടിയാലോ, ഭാഗ്യം വേണം. നല്ല വല്ലതും കിട്ടണേ. പൈസ മൊത്തം പോയ കാര്യം ഡാർക്ക്. എന്നാ നീ തന്നെ വെച്ചു എൻ്റെ ഫ്രൂട്ട്. അത് കണ്ടിട്ട് ഓടിപ്പോയി. അപ്പോൾ നമുക്കിനി ഇന്നത്തേക്ക് ഇത്ര മതി. ഇവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ശരി എന്നാൽ.